ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും തമ്മിൽ പിരിയാനായിട്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അവർ ആ ഒരു രാത്രി അങ്ങനെ അങ്ങ് ചെലവാക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ കല്യാണി പോവാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അപ്പം അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ നമ്മുടെ കല്ലു മോനെ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ട് നിറകണ്ണുകളോടുകൂടി കല്യാണി അവിടുന്ന് പോകുന്ന ആ ഒരു സമയത്ത് ബഗാസുരനാണെങ്കിൽ തൻ്റെ രീതിയിലുള്ള ചില പ്ലാനും പദ്ധതികളൊക്കെ ഇടുകയാണല്ലോ. അപ്പം രൂപ പറഞ്ഞിട്ട് നമ്മുടെ ബഗാസുരൻ അറിയാം കല്യാണി ഏത് ദിവസമാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ അവൾ ഡൽഹിയിലെത്തി ഏത് ഹോട്ടലിലാണോ റൂം എടുക്കുന്നത് അവിടെ വെച്ച് അവളുടെ ഇടപാട് തീർക്കണം. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചു. അപ്പം വേണ്ടുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ബഗാസുരൻ ചുമതലപ്പെടുത്തുകയാണ്. പിന്നീടാണെങ്കിലോ താരയാണെങ്കിൽ നമ്മുടെ സരയുനെ അന്വേഷിച്ചുകൊണ്ട് സരയുൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം തൻ്റെ മകൾക്ക് ഇപ്പം ഏകദേശം മാസം തികയാറായിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ മകളെ അന്വേഷിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ശാരിയാണ് അവരെ നേരിടുന്നത്. ശാരിയാണെങ്കിലും നിന്നോടല്ലടി പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വരരുതെന്ന്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ശാരിയാണെങ്കിൽ ആ പാവം ആ മിണ്ടാപ്രാണിയോട് കൂടി ദേഷ്യപ്പെട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ താരയാണെങ്കിൽ എൻ്റെ മകളാണത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ശാരി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരി പറഞ്ഞു, ദേ അവള് നീ പ്രസവിച്ച മകളൊക്കെ ആയിരിക്കും. അങ്ങനെ ചുറ്റുപാട് നോക്കി ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്നാലേ അവളെ വളർത്തിയതും ഇതുവരെ ആക്കിയതും സ്വന്തം മകളെ പോലെ തന്നെ കണ്ടതും ഒക്കെ ഞാൻ തന്നെയാണ്. ഇനിയിപ്പം നിന്നെ പോലെ ഉള്ളൊരുത്തിയുടെ ആവശ്യം ഈ വീട്ടിലില്ല. ഞാൻ അറിഞ്ഞടി നീയും എൻ്റെ ഭർത്താവും കൂടി എന്നെ നല്ല രീതിയിൽ അങ്ങ് പറ്റിച്ച കാര്യം. എന്നിട്ട് പാവപ്പെട്ട ആ രൂപയെയും ആ സേനനെയും ഒക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചതിച്ചതല്ലേ എന്നൊക്കെ ശാരി നമ്മുടെ താരയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം താരയ്ക്കാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയണ്ട, താരയ്ക്ക് തൻ്റെ മകളെ മാത്രം കണ്ടാൽ മതി. അങ്ങനെ താര നമ്മുടെ ശാരി അങ്ങ് തട്ടി മാറ്റിയിട്ട് നേരെ അങ്ങ് കയറി പോവാൻ തുടങ്ങുകയാണ് സരയുടെ റൂമിലേക്ക്. ഈ സമയത്താണെങ്കിലോ അഹങ്കാരി, നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കയറി പോരുതെന്ന്? എന്നിട്ട് അവള് നാണയില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. നീ ആരെ കാണാനാ വന്നത്? നിന്റെ ജാരനെ കാണാനാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ബഗാസുരന്റെ പേരൊക്കെ എടുത്ത് ശാരി എങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ ഇവിടെ പൊരിഞ്ഞ സംഘടന നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് കല്യാണി വളരെ സേഫ് ആയിട്ട് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ വളരെയധികം ഹാപ്പി ആയിട്ട് കല്യാണി ആ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കിരണിനെ വിളിച്ചു. കിരണേട്ടാ, യാത്രയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് ആകെയുള്ളൊരു സങ്കടം കിരണേട്ടൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. എടി നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിനക്ക് ഏത് സമയവും എന്തിനും കൂട്ടായിട്ട് ഈ ഞാനുണ്ടല്ലോ. പിന്നെ ഇപ്പം ചില ബിസിനസ് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ആ ഒരു സ്വീകരണമൊക്കെ? എല്ലാം ആ ഒരു സംഘാടനക്കാർ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമിലൊക്കെ തന്നെയാണ്. എല്ലാം സേഫാണ്, ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് നല്ല രീതിയിലൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാർ എന്നെ സ്വീകരിച്ചത് എന്നൊക്കെ കല്യാണി വിശേഷങ്ങൾ പറയുക. അങ്ങനെ നമ്മുടെ കല്ലുമോനെ കുറിച്ചിട്ടും ഒക്കെ ചോദിച്ചു. കല്ലു ആണെങ്കിൽ അമ്മ പോയതിൻ്റെ ആ ഒരു ചെറിയ സങ്കടത്തിലാണെന്നും അതുപോലെ തന്നെ ദീപാമ്മയുടെ അടുത്ത് കൊച്ചു നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെന്നും ഒക്കെ കിരൺ പറഞ്ഞു. അങ്ങനെ കിരണും കല്യാണിയും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ പ്രകാശനെയും കാർത്തികയും കാണിക്കുക. പ്രകാശനാണെങ്കിൽ കാർത്തികയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ അച്ഛന് ഒരു കാര്യം കൂടി ആവശ്യമുണ്ട്. എന്താ അച്ഛാ? അച്ഛൻ എന്താ വേണ്ടതെന്ന് കാർത്തിക ചോദിക്കുകയാണ്. അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വിക്രത്തിന് ഒരു ജോലി കിട്ടുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും ഒരു സഹായം മോള് ചെയ്തു കൊടുക്കാവോ? അവനിങ്ങനെ വേലയും കൂലിയും ഇല്ലാതെ നടക്കുമ്പോഴത്തേക്കിനും ആ കല്യാണിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വലിയ നേട്ടങ്ങളൊക്കെ നേടിയിരിക്കുകയല്ലേ. മോള് കഴിഞ്ഞ ദിവസം കല്യാണി ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ കല്യാണിക്ക് എന്തോ സ്വീകരണം കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതല്ലേ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം എൻ്റെ വിക്രം, എൻ്റെ രാജകുമാരൻ, അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണുമ്പം വലിയ വിഷമമാണ്. അച്ഛാ, അതിനല്ലേ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞത്. ഞാൻ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വിക്രത്തിന് പറ്റിയ ഒരു ജോലി തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ അച്ഛന് പ്രശ്നമെന്ന് ചോദിച്ചു. അങ്ങനെ കാർത്തിക നമ്മുടെ പ്രകാശനെ സോപ്പിട്ട് പതപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ കാർത്തിക മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, തരാന്നൊക്കെ ഞാൻ പറയും, പക്ഷേ തനിക്കും തൻ്റെ മകനും 10 പൈസയുടെ സഹായം ഞാൻ ചെയ്തു തരില്ല.
തൻ്റെ മകൻ ഈ തെരുവ് മുഴുവനും അലഞ്ഞു നടക്കുന്ന കാഴ്ച അതെനിക്ക് കാണണം എന്നുള്ള രീതിയിലൊക്കെ കാർത്തിക ചിന്തിക്കുകയാണ്. എന്നാൽ മാത്രമേ തൻ്റെ അമ്മയോടും തന്നോടും ഒക്കെ ചെയ്തിരിക്കുന്ന ആ മഹാപാപത്തിന് ഏതെങ്കിലും രീതിയിലൊരു ശിക്ഷ തനിക്ക് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ അവൾ ആലോചിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയുനെയും മനുവിനെയും ആണ്. അപ്പം മനു ആണെങ്കിലോ താഴെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടു. അപ്പൊ സരയു പറഞ്ഞു, എന്താ മനുവേട്ട താഴെ ഒരു ബഹളം, അമ്മയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇനി നിന്റെ അച്ഛനെങ്ങാനും അമ്മയുടെ കഴുത്തിന് പിടിച്ചതായിരിക്കൂ എന്ന് മനു ചോദിക്കുകയാണ്. അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി നോക്കിയേക്കാന്നും പറഞ്ഞ് സരയു ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും വേണ്ട മോളൂ, താഴെ എന്താ ബഹളം എന്നുള്ളതൊക്കെ ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ താര ഇവിടെ വന്നതും ഈ ബഹളങ്ങൾ നടന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശാരിയാണെങ്കിലോ താരയെ പിടിച്ചൊരു തള്ളി. ആ സമയത്ത് താരയുടെ തല പോയി ആ സ്റ്റെയർ കേഴ്സിൽ അങ്ങനെ ഇടിക്കുകയാണ്. അപ്പം തലയ്ക്ക് പരിക്ക് പറ്റിയ താരയാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ് കിടക്കുന്നു. ശാരി ഇവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനോഹരന്റെ ആ മനോഹരമായിട്ടുള്ള എൻട്രി. മനു ഇത് കണ്ടതും ശാരി പെട്ടെന്ന് ഞെട്ടി. ഈശ്വര, മനുവും കണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ശാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം മനു ആണെങ്കിൽ കിട്ടിയ അവസരം അങ്ങ് മുതലാക്കുകയാണ്. എന്താ അമ്മേ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് ശാരിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. മോനെ പറ്റിപ്പോയടാ, അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ശാരി രണ്ട് കൈയും കൂടെ കൂപ്പി നമ്മുടെ മനുവിനോട് അപേക്ഷിക്കുകയാണ്. എന്തൊക്കെയാ അമ്മ ഈ നടക്കുന്നത്? ദേ ഇവിടെ ബ്ലഡൊക്കെ ഉണ്ടല്ലോ, ഇവർക്കിത് എന്താ സംഭവിച്ചത്? അമ്മ ഇവരെ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. മോനെ അത് അവള് സരയുവിനെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നതാണെന്ന് പറഞ്ഞു. ഇവൻ എന്തിനമ്മേ ഈ രാത്രിയൊക്കെ സരയുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്? അവൾ ഇപ്പോഴും പറഞ്ഞു മോനെ അവളുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്ത് ചെയ്യാനാ, ആ ഒരു ദേഷ്യത്തില് ഞാൻ അവളെ പിടിച്ച് തള്ളിയതാണെന്ന് ശാരി പറയാണ്. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ മനു ശരിക്കും അങ്ങ് ഞെട്ടി. അവനാണെങ്കിലോ ഇത് വേറെ ആരും അറിയരുത് എന്നുള്ള രീതിയിൽ ശാരിയെ സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ താരയ്ക്ക് ബോധമുണ്ടോ എന്ന് നോക്കുകയാണ്. താരയാണെങ്കിൽ ബോധമൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞ ശ്വാസം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ മനു ആണെങ്കിൽ ശരിക്കും അങ്ങ് ഞെട്ടി. അമ്മ ഇവര് തീർന്നു എന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഇനിയിപ്പോൾ സംഭവിച്ചല്ലോ, പോലീസുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാകും. അമ്മേ, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് താരാൻ്റിക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും ഇല്ല. പക്ഷേ ആ കിരണിനെയും കല്യാണിയും ഒക്കെ സൂക്ഷിക്കണം. ഇവർ താരാൻ്റിയുമായിട്ട് നല്ല ബന്ധത്തിലാണല്ലോ, അല്ലാത്ത പക്ഷം നമുക്കിത് എങ്ങനെയും ഒന്ന് ഒതുക്കി തീർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യും മോനെ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വന്നു പോയില്ലേ, നീ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ശാരി ഒരേ കരച്ചിൽ കരയാണ്. അപ്പം മനു മനോഹരമായിട്ട് അങ്ങ് അഭിനയിച്ചു. അതെ, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിലുള്ള 1-2 കൂട്ടുകാരുണ്ട്, അവന്മാരോട് പറഞ്ഞാൽ ഒരു പക്ഷെ ഈ ബോഡി ആരും കാണാതെ അവർ മറവ് ചെയ്യുമെന്ന് പറഞ്ഞു. മോനെ എന്നാ അതിന് വേണ്ടുന്ന കാര്യം എന്താന്ന് വെച്ച് ചെയ്യുക. അല്ല അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് പൈസയൊക്കെ ചിലവുണ്ടാവും മോനെ, എത്ര രൂപയായാലും വേണ്ടിയില്ല, അതൊക്കെ അമ്മ തന്നോളാന്നും പറഞ്ഞിട്ട് നമ്മുടെ ശാരി പൈസ കൊടുക്കാൻ തയ്യാറാകുക. നനഞ്ഞടം കുഴിക്കുന്ന നമ്മുടെ മനു ആണെങ്കിലോ എന്നാ ആയിക്കോട്ടെ, ആ പൈസ ഒരു 2-3 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞതാകും. അങ്ങനെയാണെങ്കിൽ മോനെ എൻ്റെ അടുത്ത് കാശായിട്ടൊന്നുമില്ല, കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, ഞാൻ അതുകൊണ്ടൊന്ന് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അമ്മ അതിപ്പോൾ അമ്മയുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സരയു എൻ്റെ ബിസിനസ് അക്കൗണ്ടുകളൊക്കെ അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവളത് കണ്ടുപിടിക്കും, പിന്നെ ചോദ്യമാകും, പറച്ചിലാകും. അങ്ങനെയൊക്കെ വരുമ്പം എനിക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ മനു ഇങ്ങനെ ഭയങ്കര അഭിനയം. ശാരിയാണെങ്കിൽ മോനെ സരയു ഒന്നും അറിയരുത്, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സരയു മാത്രമല്ല എൻ്റെ ഭർത്താവെന്ന് പറയുന്ന അയാളും അറിയരുത്. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ മോനെ, ഞാൻ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഒരു കാര്യം ചെയ്യും മോനെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എൻ്റെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മനോഹരന് സ്വർണ്ണമൊക്കെ എടുത്തു കൊടുക്കാൻ ശാരി പോവുകയാണ്. ആ സമയത്ത് ഈ കുറുക്കനാണെങ്കിലോ ഇത് വെച്ചിട്ട് വേണം ഈ തള്ളയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട്. ഇവരെ പൂട്ടാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണിത്. എന്തായാലും സരയു ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ സരയുടെ ഭാഗത്തു നിന്നും വേറെ ശല്യങ്ങളൊന്നും വരില്ല. പിന്നെ ഉള്ളത് ഇപ്പം താര മരിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും ശാരിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ശാരിയുടെ കൈവശമുള്ള സ്വത്തുക്കളും കൂടി സ്വർണവും കൂടി തൻ്റെ കൈക്കലാക്കാം എന്നുള്ള ആ ഒരു ബുദ്ധി, ആ ഒരു കുതന്ത്രം നമ്മുടെ മനു
പ്രണയുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.